ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് വിഷു സ്പെഷ്യലായിട്ട് പച്ചമാങ്ങ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അത് നല്ല മൂത്ത മാങ്ങ വേണം ഇതുണ്ടാക്കാനായിട്ട്. അതിന് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് അധികം എരിവില്ല, അത് കാരണം ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്ക് കടുക് വറുക്കാനായിട്ട് കടുക് 1/4 സ്പൂണ്, ഒരു വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമ്മുടെ ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞു. ഇനി നമുക്ക് ഇതേമാതിരി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ ചെറുതാക്കി നുറുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പം മാങ്ങ ഇതേമാതിരി ഗ്രേറ്റ് എടുത്ത് കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ നാളികേരവും പച്ചമുളകും കടുകും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പച്ചമുളകും നാളികേരവും കടുകും കൂടി അരച്ചെടുത്താണ്, തൈരും കൂട്ടിയിട്ട് അരച്ചെടുത്താണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ടില്ലേ, അത് നമുക്കൊരു പാത്രത്തിൽ വെക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിരുന്നു, ഇതിൽ കുറച്ചുകൂടി തൈര് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ കിച്ചടി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്